ഈ തെക്കൻ കേരളം പറഞ്ഞ പോലെ തന്നെ മധ്യ കേരളത്തിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായൊരു വർധനവൊന്നും നമ്മൾ കണ്ടില്ല. കഴിഞ്ഞ കുറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവായിരുന്നു താനും. പക്ഷേ എങ്കിൽ കൂടിയും അടിത്തട്ടിൽ കാര്യമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊരു സൂചന ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഉണ്ടായ ഒരു ട്രെൻഡ്, അതിൻ്റെ ഒരു സൂചന എന്താണെന്ന് ഇപ്പോൾ പറയാൻ കഴിയുമോ? സൈഫുദ്ദീൻ, സംസ്ഥാനത്ത് 73.69 പോളിംഗ് ശതമാനം. എന്നാൽ കൊച്ചിയിൽ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അത് 74.57 അത് തൃശ്ശൂരിൽ 72.27, ആലപ്പുഴയിൽ 73.80, കോട്ടയം 70, ഇടുക്കി 71. താരതമ്യേന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ വർധനവ് കാണുന്നത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ 62.04 പോളിംഗ് ശതമാനം. എന്നാൽ അത് കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ അത് ഒരു 0.5% വർദ്ധിച്ചിട്ടുണ്ട്. 62.50 കൊച്ചി കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം. അത് ബാക്കി എല്ലായിടത്തും കുറയുകയും കൊച്ചിയിൽ മാത്രം അല്പം കൂടുകയും ചെയ്തു എന്നുള്ളതാണ് പൊതുചിത്രം മധ്യ കേരളത്തിൽ. എന്നാൽ നമ്മൾ വോട്ടർ പട്ടിക പൊതുവെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, 1300 1400 വോട്ടർമാരുള്ള ഒരു പട്ടികയിൽ ശരാശരി 300നും 400നും ഇടയിൽ വോട്ടർമാർ ആ സ്ഥലത്ത് വോട്ട് ചെയ്യേണ്ടവരായിട്ടുള്ളവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ വീട് മാറിപ്പോയവരോ അല്ലെങ്കിൽ മരിച്ചുപോയവരോ ആയ ആളുകളാണ്. എന്നിട്ട് പോലും പരമാവധി പേർ ആ ഭാഗങ്ങളിലെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ തെരഞ്ഞെടുപ്പിൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, BJPയുടെ സംസ്ഥാനത്ത് വ്യാപകമായി പരമാവധി വാർഡുകളിൽ അവർ മത്സരിക്കാൻ ആളെ കിട്ടാത്തയിടത്ത് കുറേ സ്ഥലങ്ങളിലെങ്കിലും വാർഡിലേക്കും അതുപോലെ തന്നെ ബ്ലോക്കിലേക്കും ഒരേ സ്ഥാനാർത്ഥിയെ വരെ മത്സരിപ്പിച്ച സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന് SDPയുടെ സാന്നിധ്യമാണ്. അവർ 1900 വാർഡുകളിലാണ് സംസ്ഥാനത്ത് മത്സരിച്ചത്. നേരത്തെ അവർ 300-400 വാർഡുകളിൽ മാത്രമാണ് മത്സരിക്കാറുള്ളതെങ്കിൽ ഇത്തവണ അവർ വ്യാപകമായി മത്സരിച്ചു, സജീവമായി പ്രവർത്തിച്ചു. ആ അർത്ഥത്തിൽ കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പരമാവധി പേർ ശ്രമിച്ചതാണ്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അത് തത്വത്തിൽ പരമാവധി തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. അത് കണക്കിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു വോട്ടർ പട്ടികയാണ് അതിൻ്റെ കാരണം. ആ അർത്ഥത്തിൽ സംസ്ഥാനത്ത് വളരെ ശക്തമായ രാഷ്ട്രീയ പ്രചരണം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കൂടേണ്ടതാണ്. അതെന്തുകൊണ്ട് കൂടിയില്ല എന്ന് തൃപ്തികരമായി വിശദീകരിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരിക്കപ്പെടാത്ത വോട്ടർ പട്ടികയുടെ സാന്നിധ്യം അതിനൊരു കാരണമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ V4 കൊച്ചി വളരെ സജീവമായി മത്സരിച്ചിരുന്നു. നിപുൺ ചെറിയാൻ്റെ നേതൃത്വത്തിൽ അവർ ഇത്തവണ മത്സരിക്കുന്നില്ല. അപ്പോൾ തന്നെ 2020 കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നതാണ്, വളരെ സജീവമായി മത്സരിച്ചതാണ്. ഇത്തവണ മത്സരിച്ചെങ്കിലും പ്രധാനപ്പെട്ട പല വാർഡുകളിലും അവർക്ക് സ്ഥാനാർത്ഥികളില്ല. പക്ഷേ LDFും UDFും വളരെ ശക്തമായൊരു പോരാട്ടത്തിലായിരുന്നു. ഒരു 4 സജീവമായ വിമതരുണ്ടായിരുന്നു എന്നുള്ളതാണ് UDF നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ വിമതർ UDFിൻ്റെ വിജയത്തെ സ്വാധീനിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും UDFിന് വലിയ പ്രതീക്ഷ വെക്കാവുന്ന ഒരു ഫലം കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടാകാനാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ UDF വളരെ സജീവമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. BJPയുടെ സാന്നിധ്യം അവിടെ വളരെ നിർണായകമാണ്. ആ അർത്ഥത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനും വളരെ നിർണായകമാണ്. സംസ്ഥാനത്തെ UDFിന് കൽപ്പിക്കപ്പെടുന്ന 2 കോർപ്പറേഷനുകളോ, ഒന്ന് കൊച്ചിയും ഒന്ന് തൃശ്ശൂരുമാണ്. ആ അർത്ഥത്തിൽ മധ്യ കേരളത്തിൽ UDF വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. LDF അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ആലപ്പുഴയിലും അതുപോലെ തന്നെ എറണാകുളത്തും എല്ലാം നടന്നത്. മലയോര മേഖലയിലെല്ലാം തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് വളരെ ഫലപ്രദമായി LDF പ്രയോഗിച്ചു എന്ന് തന്നെ കാണാം. പ്രത്യേകിച്ച് ക്രൈസ്തവ അതുപോലെ തന്നെ ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ലക്ഷ്യമാക്കി CPM കൃത്യമായ ഒരു പ്രചരണം തന്നെ നടത്തിയിട്ടുണ്ട്. ആ മേഖലയിൽ പരമാവധി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPയും വലിയ തോതിൽ ശ്രമിച്ചു. ആ അർത്ഥത്തിൽ മധ്യ കേരളത്തിൽ BJPയുടെ വളരെ സജീവമായ ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. അതും ഈ പോളിംഗ് ശതമാനത്തിനെ സ്വാധീനിക്കേണ്ടതാണ്. അപ്പോഴും പറയുന്നു, കണക്കുകളിൽ ആ പോളിംഗ് ശതമാനമില്ല, പ്രായോഗികമായി ആ പോളിംഗ് ശതമാനം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറയുമ്പോഴും 75,000 വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിൽ അധികം പേർ, 75,000 പേർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. മറ്റൊന്ന്, 3 മുന്നണികളും അവരുടെ വോട്ടുകൾ കൃത്യമായി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി പ്രതിഫലിക്കേണ്ടതാണ്.